ഈ പുരാരേഖപ്പെടാത്ത ചരിത്രങ്ങളും പുരാരേഖപ്പെടാത്ത ജീവിതങ്ങളും എന്നുള്ളതാണ്. പുരാരേഖപ്പെടാത്ത ചരിത്രങ്ങളും പുരാരേഖപ്പെടാത്ത ജീവിതങ്ങളും ഈ കോഴിക്കോടിനെ മുൻനിർത്തി എങ്ങനെ വിസ്മയകരമായ രീതിയിൽ ആഖ്യാനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കോഴിക്കോടിനെ നമുക്കറിയാം, ഒരു വളരെ ദീർഘകാലത്തെ ചരിത്രമുള്ള ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ കടലും ഇടനാടും കാടും രണ്ട് പ്രധാനപ്പെട്ട നദീതടങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ഭൂപ്രദേശത്ത് എങ്ങനെയാണ് ഒരു മനുഷ്യ സഞ്ചയങ്ങളുടെ ചരിത്രപരമായ ജീവിതം സാധ്യമായതെന്നുള്ളതാണ്. മറ്റ് ഈ കോസ്റ്റൽ ടൗണുകളിൽ നിന്നും വ്യത്യസ്തമായി, കേരളത്തിലെ മറ്റ് കോസ്റ്റൽ ടൗണുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ സെറ്റിംഗ് എന്ന് പറയുന്നത്, അതിൻ്റെ ചരിത്രപരമായ സ്ഥാനപ്പെടൽ എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. ഒരു കോരപ്പുഴ മുതൽ ചാലിയാർ വരെയുള്ള ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രദേശത്ത് എങ്ങനെയാണ് മനുഷ്യാധിവാസം സാധ്യമായത്, ഏതൊക്കെ സാമൂഹിക വിഭാഗങ്ങളാണ്, ഏത് തരത്തിലുള്ള ചരിത്ര പ്രക്രിയയിലൂടെയാണ് മനുഷ്യനിവിടെ വന്ന് സെറ്റിൽ ചെയ്തത്, അങ്ങനെ ഏത് തരത്തിലുള്ള മനുഷ്യബന്ധങ്ങളും ഏത് തരത്തിലുള്ള ഭൗതിക ജീവിത പ്രക്രിയമാണ് രൂപപ്പെട്ടതെന്ന് പറയുന്നത് ചരിത്രകാരന്മാരെ സംബന്ധിച്ചോളം ഒരു പ്രധാനപ്പെട്ട അന്വേഷണ രീതിയാണ്. നിലവിലുള്ള ഈ പ്രക്രിയയെക്കുറിച്ചുള്ള പഠനങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കൈവൽ ട്രഡീഷനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം എന്ന് പറഞ്ഞാൽ, അത് തന്നെ കോഴിക്കോടുള്ള സാമൂതിരിമാരുടെ ആർക്കൈവ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഭാഗികമായിട്ട് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ, പലതും നഷ്ടപ്പെട്ടതാണ്. അതിൽ നിന്ന് ലഭ്യമായിട്ടുള്ളതനുസരിച്ച് കോഴിക്കോടിലെ സാമൂതിരിമാരെ മുൻനിർത്തി അവരുടെ പാട്രണേജിൽ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾക്ക് ലഭിച്ച പിന്തുണയുടെയും അങ്ങനെ സത്യത്തിൻ്റെ നഗരമായി എല്ലാ ജനവിഭാഗങ്ങളും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഭൂപ്രദേശമായി കച്ചവടവും വാണിജ്യവും ഒക്കെ കൂടിച്ചേർന്ന് വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾ കൂടിച്ചേർന്ന ഒരു പ്രദേശമായി ുള്ളൊരു ചരിത്രമായിട്ടാണ് ധാരണപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പൊതുവായിട്ടുള്ള മുഖ്യധാര കേരള ചരിത്രത്തിൻ്റെ ഉള്ളിൽ എന്നുള്ളതാണ്. ഈ പ്രക്രിയയിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഇൻവിസിബിളായിട്ടുള്ള ജീവിതങ്ങൾ എന്താണ്, അപ്രത്യക്ഷീകരിക്കപ്പെട്ട ജീവിതങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ അപ്രത്യക്ഷപ്പെട്ട ജീവിതങ്ങളുടെ തലം മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ ഒരു സോഷ്യോ സ്പേഷ്യൽ ഡയമെൻഷൻ ഓഫ് എവരിഡേ ലൈഫ് എന്ന് പറയുന്ന സംഭവം, അതായത് സോഷ്യോ സ്പേഷ്യൽ സാമൂഹികവും ഇടപരവുമായ ബന്ധങ്ങൾ എന്നുള്ളതാണ്. സാമൂഹികമായ ബന്ധങ്ങളുണ്ട്, കാരണം ഒരു ഏകദാനമായിട്ടുള്ളൊരു സാമൂഹ്യ ബന്ധമല്ല ചരിത്രപരമായി ഏതൊരു നഗരത്തെ പോലെ തന്നെ കോഴിക്കോടും രൂപപ്പെട്ടു വന്നത്. ഏകദാനമായിട്ടുള്ള ഒറ്റ രീതിയിലുള്ള സമൂഹമല്ല, വ്യത്യസ്തങ്ങളായ സാമൂഹ്യ വിഭാഗങ്ങൾ വ്യത്യസ്ത രീതികൾ താമസിക്കുന്ന ഇടങ്ങളുണ്ട്. ഒരേ സമയം തന്നെ സാമൂഹികമായ കേന്ദ്രീകരണവും വരേണ്യ വിഭാഗങ്ങളും മധ്യവർഗവും കച്ചവടക്കാരും അധികാരത്തിനുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന വിഭാഗങ്ങളെല്ലാം സാമൂഹികമായി കേന്ദ്രീകരിക്കപ്പെടുന്ന ഇടങ്ങളുണ്ട്. പുറന്തള്ളപ്പെട്ട മനുഷ്യരുണ്ട്, കടലിൽ പണിയെടുക്കുന്നവരുണ്ട്, പൊയ്സലാന്മാരായ ആളുകളുണ്ട്, ബോറ മുസ്ലിങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒട്ടനവധി സാമൂഹ്യ വിഭാഗങ്ങളുണ്ട്. സ്ഥലങ്ങളിൽ തന്നെ കണ്ണഞ്ചേരി മുതൽ പറയഞ്ചേരി മുതൽ ഒട്ടനവധി പുറന്തള്ളപ്പെട്ട സോഷ്യലി എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള സ്പേസസുകളുണ്ട്, പുറന്തള്ളപ്പെട്ട ഇടങ്ങളുണ്ട്. അപ്പോൾ ഈ പുറന്തള്ളപ്പെട്ട ഇടങ്ങളും കേന്ദ്രീകരിക്കപ്പെട്ട ഇടങ്ങളും തമ്മിലുള്ള സാമൂഹ്യ ബന്ധങ്ങളെ, ചരിത്ര ബന്ധങ്ങളെ കണ്ടെടുത്തുകൊണ്ട് ആ കണ്ടെടുക്കുക എന്ന രീതി എന്ന് പറഞ്ഞാൽ ചില കഥാപാത്രങ്ങളെ, വ്യക്തികൾ തമ്മിലുള്ള ദൈനംദിന ബന്ധങ്ങളിലൂടെയാണ് ആ സാമൂഹ്യ ബന്ധത്തെ കണ്ടെടുക്കാൻ ശ്രമിക്കുന്നത്. വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിലൂടെയാണ് അത്തരം രീതിയിലുള്ള സാമൂഹ്യ ബന്ധങ്ങളെ നോവലിൽ കണ്ടെടുക്കാൻ, നോവൽ അങ്ങനെ കണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ. വ്യക്തികൾ തമ്മിലുള്ള സാമൂഹ്യ ബന്ധങ്ങൾ, ഇടപാട് ബന്ധങ്ങൾ എന്ന് പറയും. വ്യക്തികൾ തമ്മിലുള്ള സാമൂഹിക ഇടപാട് ബന്ധങ്ങളും അതിൻ്റെ നൈരന്തര്യങ്ങളിലൂടെയാണ് ഇടപരവും സാമൂഹികമായിട്ടുള്ള ചരിത്ര ബന്ധങ്ങൾ യഥാർത്ഥത്തിൽ ഒരു നോവലിസ്റ്റിനെ സംബന്ധിച്ചോളം കണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചരിത്രപരമായി കോഴിക്കോട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ രൂപപ്പെട്ടു വന്ന സാമൂഹിക പ്രക്രിയ എന്ന് പറഞ്ഞാൽ ചരിത്രപരമായി രൂപപ്പെട്ടു വന്ന പ്രക്രിയയാണ്. അതിൽ ജാതി ബന്ധങ്ങളുണ്ട്, വർഗപരമായ ബന്ധങ്ങളുണ്ട്, ലിംഗപരമായ ഭേദരൂപങ്ങളുണ്ട്, കൈമാറ്റ ബന്ധങ്ങളുണ്ട്, അധികാര ബന്ധങ്ങളുണ്ട്, രാഷ്ട്രീയ അധികാരത്തിൻ്റെ ബന്ധങ്ങളുണ്ട്, ഭൗതികമായ ജീവിതക്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങളുടെ ഉള്ളിൽ ഇടപെട്ടുപോയ ചില മനുഷ്യരുടെ സാമൂഹികമായ അസ്തിത്വം, ആ അസ്തിത്വം സ്ഥാനപ്പെട്ടിരുന്ന കല്ലിച്ച് കിടക്കുന്ന പ്രദേശങ്ങളെ കണ്ടെടുക്കാനുള്ള ഒരു ശ്രമം ഈ നോവലിൽ വേറെ തലത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട് എന്നത് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഹിസ്റ്ററി ഓഫ് എവരിഡേനെസ് എന്ന് പറയുന്നത് മനുഷ്യരുടെ, സാമൂഹ്യ വിഭാഗങ്ങളുടെ, വ്യക്തികളുടെ സാമൂഹിക ജീവിതത്തിൻ്റെ ഒരു എവരിഡേനെസ് എന്ന് പറയും, ദൈനംദിനം എന്ന് പറയുന്നത്. നമ്മുടെ ഈ മുഖ്യധാര ചരിത്രത്തിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ വ്യവസ്ഥിതിയെയാണ് അത് പ്രശ്നവൽക്കരിക്കുന്നത്. വ്യവസ്ഥിതിയാണ്, അതായത് നിങ്ങൾ സാമ്പത്തിക വ്യവസ്ഥ, സാമൂഹ്യ വ്യവസ്ഥ, ഭരണകൂടം, അധികാരം, കോയ്മ രൂപങ്ങൾ, സമ്പത്തുൽപാദന രൂപങ്ങൾ, ഉടമസ്ഥാവകാശങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ രീതിയിലുള്ള ചില
ചില പ്രധാനപ്പെട്ട പ്രയോറിറ്റൈസിങ് തീമുകളുണ്ട് ഹിസ്റ്ററിയെ സംബന്ധിച്ചോ. അതിനെ വ്യവസ്ഥാപരമായി കണ്ടെടുക്കാനാണ് ചരിത്രം എപ്പോഴും ശ്രമിക്കുന്നത്. സാമ്പത്തിക ക്രമം, സാമൂഹ്യ ക്രമം, അധികാര സ്വരൂപം, അധികാരത്തിൻ്റെ സ്വരൂപം, നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ്, നേച്ചർ ഓഫ് ദ സൊസൈറ്റി, ഇക്കോണമി, പൊളിറ്റിക്കൽ സിസ്റ്റം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള രീതിയാണ്. ഇപ്പോൾ കോഴിക്കോടിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടിരിക്കുന്ന ചരിത്രങ്ങളെല്ലാം സാമൂതിരിയുടെ ഭരണരൂപത്തിൻ്റെ സ്വഭാവമാണ്. എന്താണ് സാമൂതിരിയുടെ കോവിലകത്തിൻ്റെ, ആ കോവിലകം അധികാരമായി നിൽക്കുന്ന ആ ഭരണരൂപം എന്തായിരുന്നു? അത് ഭരണകൂടമായിരുന്നോ അതോ ഒരു സ്വരൂപാധികാരമായിരുന്നു? അപ്പോൾ ആ സ്വരൂപാധികാരത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് നാടുവാഴി എന്ന രീതിയിൽ ഒരു രാജാവിൻ്റെ സ്വഭാവമുള്ള ഒരു അധികാര കേന്ദ്രം എന്ന രീതിയിൽ സാമൂതിരിമാരെങ്ങനെയാണ് വളർന്നു വന്നത്? ഈ മാണിക്കരും വിക്രമനുമായിട്ട് നിന്ന മനുഷ്യരൊക്കെ അധികാരം സ്ഥാപിച്ച് കോഴിക്കോടൻ നഗരത്തിൻ്റെ അധികാരം സ്ഥാപിച്ച് വന്നത് എങ്ങനെ? അതാണ് പ്രശ്നവൽക്കരിക്കുന്നത്. അല്ലാതെ ഞാൻ വ്യത്യസ്ത സാമൂഹ്യ സ്ഥലികളിൽ ജീവിക്കുന്ന ജീവിതപ്പെട്ടുപോയ മനുഷ്യർ ദൈനംദിന ജീവിതത്തിൻ്റെ ജീവിതത്തെ കണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ഇത്തരം ചരിത്രത്തിൽ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ശ്രമം നടന്നിട്ടില്ല, അങ്ങനെ ശ്രമം സാധ്യമല്ല. കാരണം വ്യവസ്ഥിതിയെയാണ് യഥാർത്ഥത്തിൽ വേറെ രീതിയിൽ ഘടനാപരമായി സ്ട്രക്ചറലായിട്ടുള്ള ഘടനാപരമായ രീതികളാണ് ചരിത്രം വീണ്ടെടുക്കുന്നത്. മനുഷ്യൻ്റെ വൈയക്തികമായ അനുഭവങ്ങളല്ല. ചരിത്രശാസ്ത്രത്തിൻ്റെ ഒരു പരിമിതി മനുഷ്യൻ്റെ വൈയക്തിക ജീവിതത്തെ കണ്ടെടുക്കാനുള്ള ഒരു രീതിശാസ്ത്രം നിർമ്മിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. വേണ്ടത്ര രീതിയിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എവറിഡേനെസ് അപ്പോഴാണ് എവറിഡേ ലൈഫ് പലപ്പോഴും നമ്മൾ ലിവിഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലൈഫ് ഹിസ്റ്ററീസ് എന്ന് പറയുന്ന രീതി ഉണ്ട്. ലൈഫ് ഹിസ്റ്ററീസ് എന്ന് പറയും, ബയോഗ്രഫീസ് എന്ന് പറയും ചിലർ, അല്ലേ? ജീവചരിത്രമുണ്ട്, ജീവിതത്തിൻ്റെ ചരിത്രമുണ്ട്. ജീവചരിത്രങ്ങൾ എഴുതുന്ന മനുഷ്യൻ്റെ വൈയക്തികമായ അനുഭവങ്ങൾ കണ്ടെടുക്കാനാണ്. പക്ഷേ ഇവിടെ ജീവിതങ്ങളുടെ ചരിത്രത്തെ കണ്ടെടുക്കാനുള്ള ഒരു സങ്കേതം എന്ന രീതിയിലാണ് നോവലിന് ജീവിതങ്ങളുടെ ചരിത്രം, എവറിഡേ ലൈഫിൻ്റെ ചരിത്രം, സാമൂഹ്യ വിഭാഗങ്ങളുടെ ഇടങ്ങളുടെ ചരിത്രമാണ്. അതുകൊണ്ടാണ് ഈ സോഷ്യോ സ്പേഷ്യൽ ഡയമെൻഷൻ ഓഫ് എവറിഡേ ലൈഫ് എന്ന് പറയും. സോഷ്യോ സ്പേഷ്യൽ ഡയമെൻഷൻ ഓഫ് എവറിഡേ ലൈഫ്, ദൈനംദിന ജീവിതത്തിൻ്റെ സാമൂഹ്യവും ഇടപരവുമായിട്ടുള്ള സ്ഥലങ്ങൾ. മനുഷ്യൻ ദൈനംദിനമായി ജീവിക്കുന്ന ഇടം എവിടെയാണ്? ആ ഇടങ്ങൾ അവരെങ്ങനെ ഒതുക്കപ്പെട്ടു പോയത് എങ്ങനെയാണ്? ആ ഇടങ്ങളിൽ അവർ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ മനുഷ്യ ബന്ധങ്ങളും അവർ നിലനിൽക്കുന്ന ഇടങ്ങളുടെ ബന്ധങ്ങളും തമ്മിലുള്ള വൈയക്തികവും വൈകാരികവുമായിട്ടുള്ള ബന്ധം ഒരു തലത്തിൽ, അതുപോലെ തന്നെ മുഖ്യമായ ഘടനയുമായി അവരെങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു, എങ്ങനെ അധികാര വ്യവസ്ഥയോട്, അവിടുത്തെ സാമ്പത്തിക ക്രമങ്ങളോട്, അവിടെ സാംസ്കാരിക അധികാര പ്രക്രിയയുമായി അവരെങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ടിനെയും പാരസ്പര്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതത്തിൻ്റെ കണ്ടെടുപ്പുകൾ സാധ്യമാക്കുന്ന ഒരു സങ്കേതം, ഒരു ഭാഷാ സങ്കേതം എന്ന രീതിയിലാണ് ഈ നോവലിൽ ഇരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ കോഴിക്കോടിൻ്റെ ഒരു മാനവിക ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ വിന്യാസക്രമങ്ങളെ, അവർ വ്യത്യസ്ത സാമൂഹിക ഇടങ്ങളിൽ അവർ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന രീതികൾ, ആ വിന്യാസക്രമങ്ങളിലൂടെ അവർ നിർമ്മിച്ചെടുക്കുന്ന സാമൂഹ്യ പാരസ്പര്യത്തിൻ്റെ തലങ്ങളെ കണ്ടെടുക്കുന്ന രീതിയാണ്. സാമൂഹ്യ പാരസ്പര്യത്തിൻ്റെ തലങ്ങളെ കണ്ടെടുക്കുന്ന രീതിയെ മനസ്സിലാക്കുന്നതിനാണ് ഈ നമ്മൾ ഒരു ഹ്യൂമൻ ജിയോഗ്രഫി എന്ന് പറയും. മാനവിക ഭൂമിശാസ്ത്രം എന്ന് പറയും. നമുക്ക് കോഴിക്കോടിൻ്റെ ഒരു മാനവിക ഭൂമിശാസ്ത്രത്തെ കണ്ടെടുക്കാൻ, ആ മാനവിക ഭൂമിശാസ്ത്രത്തെ കണ്ടെടുക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ അൺആർക്കൈവ്ഡ് ആയിട്ടുള്ള, അതായത് ആർക്കൈവ് പുരാരേഖപ്പെടാത്ത ജീവിതങ്ങളാണ്. കൂടുതലും പുരാരേഖപ്പെടാത്ത ജീവിതങ്ങളാണ്. എവിടെ ജീവിച്ചിരുന്നോന്നോ അവരവിടെ ജീവിക്കുന്നുണ്ടോ എന്നോ മുഖ്യമായിട്ടുള്ള ചരിത്രത്തിൻ്റെ സോഴ്സുകൾ അന്വേഷിച്ച് കാണാൻ പറ്റണമെന്നില്ല. ആ പുരാരേഖപ്പെടാത്ത ജീവിതങ്ങളുടെ സാമൂഹികവും ഇടപരവുമായിട്ടുള്ള അതിൻ്റെ തലങ്ങളെ, അതിൻ്റെ ബന്ധങ്ങളെ, അതിൻ്റെ സൂക്ഷ്മവും വൈകാരികവുമായ തലത്തിലൂടെ കണ്ടെടുക്കുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ ഒരു നോവൽ രൂപം അതങ്ങനെ നോവലായി പോയെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നോവൽ എഴുതുന്നതല്ല, ജീവിതം എഴുതി ഇപ്പോൾ നോവലായി പോയെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ഈ പുരാരേഖപ്പെടാത്ത ജീവിതങ്ങളെ ആവിഷ്കരിച്ചപ്പോൾ ആവിഷ്കാര രൂപം ഒരു നോവൽ എന്ന ആളുകൾ വിളിച്ചു. നമ്മളെപ്പോലുള്ള ആൾ നോവലാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ വിടും ഇടങ്ങളും സാമൂഹ്യ ബന്ധങ്ങളെയും ഒരു സോഷ്യോ സ്പേഷ്യൽ പ്രോസസ്സ് എന്ന് പറയും സാമൂഹ്യശാസ്ത്രത്തിൽ. ഒരു സോഷ്യോ സ്പേഷ്യൽ പ്രോസസ്സിലൂടെ കണ്ടെടുക്കുമ്പോൾ ലിവിഡ് എക്സ്പീരിയൻസ് ആൻഡ് ലൈഫ് ഹിസ്റ്ററീസ് എന്ന് പറയുന്നത്. ലിവിഡ് എക്സ്പീരിയൻസ്, ഓരോ മനുഷ്യർക്കും അവരുടേതായ തനതായിട്ടുള്ള തന്മ നിറഞ്ഞ അനുഭവങ്ങളുടെ ലോകമുണ്ട്, ഒരനുഭവമുണ്ട്.
ആകുകയും ലൈഫ് ഹിസ്റ്ററീസ് എന്ന് പറയും ജീവചരിത്രങ്ങളേക്കാൾ ഉപരിയായി ജീവിത ചരിത്രങ്ങൾ, ജീവിതമെഴുതുന്ന ചരിത്രങ്ങളെ മനസ്സിലാക്കുന്ന രീതിയാണ് കൂടുതൽ. ഈ പ്രശ്നത്തിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷണൽ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. പൊക്കമാഷ് പറഞ്ഞത് ഇസ്ലാമോഫോബിയ ആയിട്ടൊരു സമൂഹത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ മുസ്ലിം സാമൂഹിക ജീവിതത്തിൽ പലതരത്തിലുള്ള മുസ്ലിങ്ങൾ, ബോറ മുസ്ലിങ്ങളുണ്ട്, അറബി പരമ്പരയുള്ള മുസ്ലിങ്ങളുണ്ട്, സാധാരണ കുറച്ചുകൂടി ഇന്ത്യ ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്ന മുസ്ലിങ്ങളുണ്ട്, കച്ചവടക്കാരായ മുസ്ലിങ്ങളുണ്ട്, പലതരത്തിലുള്ള സാമൂഹ്യ സ്ഥലങ്ങളിൽ നിൽക്കുന്ന വ്യത്യസ്ത മുസ്ലിം സമൂഹങ്ങൾ മാത്രമാണെങ്കിൽ കുറ്റിച്ചെറിയിലുള്ള മുസ്ലിങ്ങളുണ്ട്, അകങ്ങളിൽ താമസിക്കുന്ന തറവാടുകൾ താമസിക്കുന്ന മുസ്ലിങ്ങളുണ്ട്, കോയ മുസ്ലിങ്ങൾ, ഒരുപാട് മുസ്ലിം സമൂഹങ്ങളുള്ള കോഴിക്കോട് എങ്ങനെയാണ് ഈ മുസ്ലിം ജീവിതത്തിൻ്റെ പ്രതിനിധാനങ്ങളെ ഇങ്ങനെ സ്ഥാനപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു കാര്യം. മറ്റൊന്ന് പറഞ്ഞാൽ എന്തെങ്ങനെയാണ് ഈ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്, സാമൂഹികവും ഇടപരവുമായിട്ടുള്ള എക്സ്ക്ലൂഷൻസ്, പുറന്തള്ളലുകൾ, സാമൂഹികമായി പുറന്തള്ളലുകൾ ഈ ഒരു നഗരം എന്ന രീതിയിൽ ഒരു നഗര ജീവിതത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള നഗരവും ആ നഗരം തന്നെ പുറന്തള്ളി അതിൻ്റെ എന്താ അസ്പൃശ്യപ്പെട്ട സ്ഥലികൾ എന്ന് പറയും. നഗരം തന്നെ അസ്പൃശ്യപ്പെട്ട സ്ഥലികൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഇടങ്ങളിൽ പാർക്കുന്ന മനുഷ്യരുണ്ട് ധാരാളം, മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്, റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്, പ്രതിനിധാനവും പുറന്തള്ളലും ഒരു നഗരപ്രദേശത്തിൽ, നഗരം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്ത് അവരുടെ മാനവിക ഭൂമിശാസ്ത്രത്തിനെ പ്രശ്നവൽക്കരിച്ചുകൊണ്ട് പുറന്തള്ളലും പ്രതിനിധാനവും എങ്ങനെയാണ് ഇതിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്, ഈ നോവലിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അന്വേഷിക്കാവുന്നതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ഈ നോവലിൽ ഒരു സോഷ്യോ സ്പേഷ്യൽ ഡയലക്റ്റിക്സ് ഉണ്ട്. സോഷ്യോ സ്പേഷ്യൽ ഡയലക്റ്റിക്സ് എന്ന് പറയാം, ഒരു സാമൂഹികവും ഇടപരവുമായിട്ടുള്ളൊരു ഡയലക്റ്റിക്കൽ പ്രോസസ്സ് ഈ നോവലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഡയലക്റ്റിക്കൽ പ്രോസസ്സിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ചരിത്ര വായനയുടെ സ്വഭാവം. ഈ നോവലിൽ ഉൾവഹിച്ചിരിക്കുന്ന കോഴിക്കോടിൻ്റെ സാമൂഹ്യ ചരിത്ര ജീവിതത്തിലെ സോഷ്യോ സ്പേഷ്യൽ ഡയലക്റ്റിക്സ് എന്ന് പറയുന്ന സാമൂഹ്യവും ഇടപരവുമായിട്ടുള്ള അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള തലങ്ങളെ മനസ്സിലാക്കുവാനുള്ള വായനയാണ് അതിൻ്റെ ചരിത്രപരമായ വായന എന്ന് പറഞ്ഞു. ഈ നോവലിനെ ചരിത്രപരമായി വായിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ വായനാ സങ്കേതത്തിലൂടെ നമ്മളിതിനെ വായിക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാവും. കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകുമ്പോഴാണ് ഈ പുരാരേഖപ്പെടാത്ത ജീവിതങ്ങളെ കുറച്ചുകൂടി ദൃശ്യപ്പെടുന്ന തലത്തിലേക്ക് ഈ നോവൽ വായനയെ കുറച്ചുകൂടി മുന്നോട്ട് ചലിപ്പിക്കാൻ പറ്റുന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ നോവലിലുടനീളം സാമൂഹിക സോഷ്യൽ മെമ്മറീസ് എന്ന് പറയും, ഒരു പ്രദേശത്തിൻ്റെ സാമൂഹിക ഓർമ്മകളെ, ആ പ്രദേശത്ത് താമസിച്ച മനുഷ്യരുടെ സാമൂഹിക ഓർമ്മകളെ കണ്ടെടുക്കുന്ന രീതിയും കൂടി ഈ നോവൽ ഉൾവഹിക്കുന്നുണ്ട്. സാമൂഹിക ഓർമ്മകൾ, ഒരു പ്രദേശത്തിൻ്റെ സാമൂഹ്യ ഓർമ്മകൾ, ആ പ്രദേശത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ സാമൂഹ്യ ഓർമ്മകളെ കണ്ടെടുക്കുന്ന രീതി, അതിങ്ങനെ ആ സാമൂഹ്യ ഓർമ്മകൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഇങ്ങനെ കല്ലിച്ച് കിടക്കുകയാണ്. അതിനെ കൂടി മനസ്സിലാക്കുന്ന ഒരു രീതി വികസിപ്പിക്കാൻ പറ്റി നോവൽ വായിക്കുമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നോവൽ ഈസ് നോട്ട് മിയർ എ ലിറ്റററി ആർട്ടിഫാക്റ്റ്. നോവൽ ഈസ് നോട്ട് മിയർ എ ലിറ്റററി ആർട്ടിഫാക്റ്റ്. ഒരു എന്താ പറയുക, ഒരു ലിറ്റററി ആയിട്ടുള്ള ഒരു സാഹിതീയമായ ഒരു ഉൽപ്പന്നം മാത്രമല്ല. നോവൽ ബിക്കംസ് എ കൈൻഡ് ഓഫ് എ ലിവ്ഡ് ഹിസ്റ്ററി. നോവൽ ബിക്കംസ് എ കൈൻഡ് ഓഫ് എ ലിവ്ഡ് ഹിസ്റ്ററി എന്നാണ് എൻ്റെ ഒരു തോന്നൽ.